9ാം ക്ലാസ്സിൻ്റെ പേജ് നമ്പർ 29 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ചോദ്യം നമ്പർ 1. The hypotenuse of a right triangle is 1.5 meters and one of the other side is half meter. Calculate its perimeter up to a centimeter. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്ററിനും വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഹാഫ് മീറ്റർ. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് ഹാഫ് എന്ന് കൊടുക്കാം. ഇതിനെ നമ്മൾ എക്സ് എന്നോ മറ്റോ വിളിക്കാം. ചോദിച്ചിരിക്കുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെൻറ്റിമീറ്റർ വരെ കറക്റ്റ് ആക്കിയ മീറ്റർ മാത്രമല്ല സെൻറ്റിമീറ്ററിലും കൂടി അത് എത്രയാണെന്ന് എഴുതണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ടെത്താം. ഇത് റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ ഹൈപ്പോട്ടന്യൂസും വൺ ഓഫ് ദ സൈഡും തന്നിട്ടുണ്ട് എങ്കിൽ തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 1.5 ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് സ്ക്വയർ. 1.5 സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ 3/2 അല്ലേ. 3/2 സ്ക്വയർ മൈനസ് ഹാഫ് സ്ക്വയർ. 3/2 സ്ക്വയർ മീൻസ് 9 സ്ക്വയർ ബൈ 3 സ്ക്വയർ മീൻസ് 9/4 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അതായത് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്ററാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2 അല്ല, ഇത് ബേസ് സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ ബേസ് ഈസ് ഈക്വൽ ടു √2 അല്ലേ. സോ ദിസ് ഈസ് √2. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതിയല്ലോ. പെരിമീറ്റർ ഈക്വൽ ടു 1/2 പ്ലസ് 1/2 പ്ലസ് √2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 മീൻസ് ഇത് 0.5 അല്ലേ, പ്ലസ് 1.5 പ്ലസ് √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.414 ആണ്. നമ്മളിത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1.414 1.5 ആൻഡ് 0.5 ആഡ് ചെയ്യുമ്പോൾ 4 1 5 5 10 14 റിമൈൻഡർ 1 പോയിൻ്റ് ഇവിടെ ഇട്ടു 3.414 മീറ്ററാണ് ഇതിൻ്റെ ആകെ പെരിമീറ്റർ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻറ്റു 2 ഈക്വൽ ട്രയാങ്കിൾസ് എലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ? വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നേർ പകുതിയാണിത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? വലുതിനേക്കാളും ചെറുത് എത്ര കുറവാണെന്നും കണ്ടെത്തണം. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്ററാണ്? മുഴുവൻ ത്രികോണത്തിനേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്നും കണ്ടുപിടിക്കണം. ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ ആണല്ലോ. നമ്മളിത് കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് മാത്രമാക്കി ഞാൻ ഇങ്ങോട്ട് എടുത്തേ. അപ്പം ഇത് 2 ആണ്, ഇത് 2 ആണല്ലോ. അപ്പോൾ ഇത് 1 വരും. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലേ. ഇത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 3 എന്ന് വരും. സോ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √3. അപ്പോൾ √3യുടെ വാല്യൂ എന്താണ്? 1.73 ആണല്ലോ. ഇതെല്ലാം ഒന്ന് വായിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1.73. ചോദ്യം നമ്പർ 1 എന്താണ്? ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ്, ഇതിൻ്റെ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. ചുറ്റളവ് അഥവാ പെരിമീറ്റർ ഈക്വൽ ടു 3 സൈഡ്സോടെ ആഡ് ചെയ്താൽ മതി. 2 + 1 + 1.73 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 1 3 1 4 4.73
മീറ്റർ. ഓക്കെ. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ ഇത് എത്ര കുറവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? ഇവിടെ പെരിമീറ്റർ ഈക്വൽ ടു 2 + 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആണ് വലിയ ത്രികോണത്തിൻ്റെ. അപ്പം കുറവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എത്ര കുറവ് വന്നു എന്ന് വെച്ചാൽ 6ൽ നിന്ന് 6.00ൽ നിന്ന് 4.73 മൈനസ് ചെയ്യുന്നു. 10ൽ നിന്ന് 3 കുറച്ചാൽ 7, 9ൽ നിന്ന് 7 കുറച്ചാൽ 2, 5ൽ നിന്ന് 4 കുറച്ചാൽ 1, 1.27 മീറ്ററാണ് കുറവ് വന്നിരിക്കുന്നത്.